ചൂടാണല്ലേ ശരി എന്നിവിടെ കണ്ടില്ല ചൂടാണ് Morning, teacher. Good morning. Sit down. നിങ്ങളെന്താ വല്ലാതിരിക്കുന്നേ? ഇവിടെ ചൂട് കാരണം ഇരിക്കാൻ വേണ്ടി കറണ്ടില്ല. ശരിയാണല്ലേ, ഇപ്പൊ രാവിലെ മുതല് ഭയങ്കര ചൂടാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എത്ര ചൂടാണെന്ന് തോന്നുന്നു. കറണ്ട് ഇല്ല എന്നുള്ളത് മാത്രമാണോ നമ്മുടെ ചൂട് കൂടുന്നതിന് കാരണം? പിന്നെന്താ ടീച്ചർ? നമ്മുടെ ഭൂമിയിലെ ചൂട് കൂടാനായിട്ട് കാരണം എന്താണ്? ആഗോള താപനം എന്ന് പറയുന്ന പ്രക്രിയയാണ്. ആഗോളതാപനം എന്ന് പറഞ്ഞാല് ഭൂമിയുടെ ശരാശരി ചൂട് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ചൂട് വർദ്ധിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണെന്ന് ആഗോളതാപനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം ചൂട് കൂടിയിട്ടുണ്ടെന്ന്? കൂടിയിട്ടുണ്ട് ടീച്ചർ. എന്റെ വീട്ടിൽ AC വാങ്ങിച്ചു. AC-യുടെയും ഫ്രിഡ്ജിന്റെയും അമിതമായ ഉപയോഗമാണ് നമ്മുടെ ഭൂമിയിൽ എന്ത് വർദ്ധിക്കാൻ കാരണം? ചൂട് വർദ്ധിക്കാനായിട്ട് കാരണം. AC-യിലും ഫ്രിഡ്ജിലും ഒക്കെ ഉപയോഗിക്കുന്ന CFC എന്ന് പറയുന്ന വാതകം ഭൂമിയിൽ എന്ത് വർദ്ധിക്കാൻ കാരണമാകുന്നു? ചൂട് വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. എന്താ ടീച്ചർ ഈ CFC? CFC എന്ന് പറഞ്ഞാല് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ CFC എന്ന് പറയുന്ന ഈ വാതകം നമ്മുടെ വായുമായിട്ട് കലർന്നതിന് ശേഷം ഓസോൺ പാളിയിൽ എന്ത് ചെയ്യുന്നു? വിള്ളലുകൾ വീഴ്ത്തുന്നു. അങ്ങനെ ഓസോൺ പാളിയിൽ വിള്ളലുകൾ വീഴുന്ന കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ നേരിട്ട് നമ്മുടെ ഭൂമിയിൽ എത്തുകയും അത് നമ്മുടെ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ മനുഷ്യന്റെ ശരീരത്ത് പലതരത്തിലുള്ള സ്കിൻ ക്യാൻസറുകൾക്കും പിന്നെ വിളകളുടെ രോഗങ്ങൾക്കും ഒക്കെ എന്തിനും കാരണമാകും? ഈ UV കിരണങ്ങൾ കാരണമാകും. CFC-യുടെ ഉപയോഗം മൂലമാണ് എന്തൊക്കെ കൂടുന്നത്? ഭൂമിയിൽ ചൂട് കൂടുന്നത്. ഇത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ടീച്ചർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന വെച്ചാല് CFC ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം? നമ്മള് കുറയ്ക്കണം. അതായത് AC-യും ഫ്രിഡ്ജും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ മരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെച്ച് പിടിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ഭൂമിയിലെ ആഗോള താപനം എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലായി ടീച്ചർ. അതെ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം, CFC-യുടെ ഉപയോഗം കുറയ്ക്കണം. അതെ, ശരിയാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഇപ്പൊ ചൂട് കൂടാനുള്ള കാരണമെന്ന്? എന്താണ് കാരണം? ആഗോളതാപനം എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നമാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചൂട് കൂടാനായിട്ട് കാരണമാകുന്നത്. ഇതിന് പ്രതിവിധിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി ടീച്ചർ. അപ്പൊ ഓക്കെ. Thank you, teacher.